ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോണേ. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മാങ്ങയാണ്, പച്ചമാങ്ങ. ഞാൻ ഇവിടെ 3 പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നീളത്തിൽ മുറിച്ചെടുക്കാം. ഇതേപോലെ തന്നെ എല്ലാ മാങ്ങ അരിഞ്ഞെടുക്കാം. മാങ്ങയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: കുറച്ച് കറിവേപ്പില വേണം. ഞാൻ ഒരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-11 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചു. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. അത് ചൂടായിട്ട് അതിലേക്ക് കുറച്ച് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. നമുക്കിതൊക്കെ വറുത്ത് കോരിയെടുക്കണം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച ഓയിൽ ഡിസ്പെൻസറാണ്, നല്ലതാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടുമ്പോൾ എല്ലാവരും സൂക്ഷിച്ചുകൊണ്ട്, കാരണം വെള്ളം ഉണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കോരി മാറ്റാം. അടുത്ത് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. വറ്റൽമുളകും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് മാങ്ങ വെളിച്ചെണ്ണയിട്ടൊന്ന് വാട്ടിയെടുക്കാം. നന്നായിട്ട് വാടണ്ട, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം.
മാങ്ങേൻ്റെ തൊലി പച്ച കളറിൽ നിന്നൊന്ന് മഞ്ഞ കളറായി വരില്ലേ, അതാണ് അതിൻ്റെ പാകം. മാങ്ങയും കോരി മാറ്റാൻ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം മാങ്ങ. നെക്സ്റ്റ് നമ്മൾ ഫ്രൈ ആക്കി വെച്ച വറ്റൽമുളകും കറിവേപ്പിലയും മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ. ഇനി പൊടിച്ചെടുത്തത് നമുക്ക് നമ്മൾ മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത വെളിച്ചെണ്ണയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിച്ചു നോക്കിയാലോ. സൂപ്പറാണ് കേട്ടോ. കഴിച്ചു നോക്കിയപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ആ മാങ്ങ ചെറുതായിട്ടൊന്ന് വെന്തിട്ടുള്ള ആ ഫ്ലേവറും പിന്നെ മുളകിൻ്റെയും കറിവേപ്പിലേൻ്റെയും ഒക്കെ ഫ്ലേവർ നല്ല രസമുണ്ട് കഴിക്കാൻ. നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആവുമേ. ഉപ്പും മുളകും മധുരവും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.